നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്ന ഭിന്നശേഷിക്കാരിയെ സെക്യൂരിറ്റി ജീവനക്കാരി പിടിച്ചു തള്ളുകയും വരിയിൽ നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പരാതി. വാക്കാട് മാസ്റ്റർപടി സ്വദേശിനി മുബീനക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. പലതവണ ഞാൻ ഭിന്നശേഷിയാണെന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും കേൾക്കാതെ പിടിച്ചു തള്ളി പുറത്താക്കുകയും ചെയ്തതായി പരാതിക്കാരി മുബീന പറഞ്ഞു. ഞാൻ ഇങ്ങനെ റെയിൽവേ ജോലി ചെയ്യുന്ന ഇടയിൽ എനിക്ക് വയറുവേദന ആയപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടറെ കാണിച്ചതിന്റെ ശേഷം എനിക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ കയറിയപ്പോൾ പറഞ്ഞ് വരി നിൽക്കണം, ഭിന്നശേഷിക്കാര് വരി നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാലിൽ കമ്പി ഉണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു. അതിനൊന്നും അവര് ഏറ്റില്ല. അതിന്റെ ശേഷമാണ് അവര് പ്രതികരിച്ചത്, എന്നെ തള്ളുകയും ചെയ്തത്. അവര് വരാതെ കൊണ്ട് വീഡിയോ എടുക്കുമ്പോ വരൂല എന്നുള്ള ഇതായിരുന്നു അന്ന് പറഞ്ഞിരുന്നു. അപ്പോ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരൂ, അല്ലെങ്കിൽ വരൂല എന്നുള്ള ഇതാണ് പറഞ്ഞത് സൂപ്രണ്ട്. തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച പാർക്കിംഗ് സ്ഥലത്ത് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഭിന്നശേഷിക്കാർക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുകയും അതിനെതിരെ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഭിന്നശേഷി കൂട്ടായ്മ ആരോപിച്ചു. നമ്മളെ ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സൂപ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ പോലെ ഭിന്നശേഷിക്കാർക്ക് വളരെ മോശമായ അനുഭവങ്ങളാണ് തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് DAFK ഇന്ന് സൂപ്രണ്ടിനെ കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മളൊരു മെമ്പറെ അവിടുത്തെ സെക്യൂരിറ്റി ഒരു ജീവനക്കാരി വളരെ മോശമായി പെരുമാറുകയും പിടിച്ചു തള്ളുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ നിരന്തരം നമ്മൾ പോരാട്ടത്തിൽ കൂടെ നേടിയെടുത്ത നമ്മളെ ഒരു വാഹന പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ നമ്മളെപ്പോലത്തെ ആൾക്കാർ വന്നാൽ, ഡിസബിലിറ്റികളായ ആൾക്കാർ വന്ന വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഡോക്ടേഴ്സിന്റെ വണ്ടികളും അതുപോലെ തന്നെ മറ്റുള്ള VIP വണ്ടികൾ അവിടെ പാർക്ക് ചെയ്ത് നമ്മളെപ്പോലത്തെ ആൾക്കാർ വരുമ്പോൾ വളരെ പ്രശ്നങ്ങളായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇതിലതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇന്ന് DAFKന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വർക്കർമാരൊക്കെ കൂടി ചേർന്ന് നമ്മുടെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് പരാതി കൊടുക്കുകയും വാഹനത്തിൽ നിന്നിറങ്ങുന്ന ഭിന്നശേഷിക്കാർക്ക് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറുടെ അടുത്തേക്ക് പോകുവാൻ വീൽചെയറിനു വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. 2016 നിലവിൽ വന്ന ഭിന്നശേഷി ആക്ട് പ്രകാരം എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. അതിശക്തമായിട്ടാണ് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ഭിന്നശേഷിക്കാരാണ് വന്നിട്ട് പോലും അതൊരു മീഡിയാസ് ഉണ്ട് എന്ന് ഒറ്റ കാരണം കൊണ്ട് സൂപ്രണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. കാരണം ഇത് അനീതിയല്ലേ. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് അവരെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നിയമം ഉണ്ടാവുമ്പോൾ മീഡിയാസിനെ പേടിച്ചുകൊണ്ട് അതൊരു വലിയ വിഷയമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചു കിടക്കുന്ന സൂപ്രണ്ട് ഇതിന് ഇന്നലെ നടന്ന കാര്യങ്ങൾ ശക്തമായിട്ട് അന്വേഷിച്ചിട്ട് അതിന് നടപടി എടുത്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾ സൂപ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ സംഘടന അതിശക്തമായിട്ട് സമരമുറത്തുണ്ടാവുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇതുപോലെ മുനിസിപ്പാലിറ്റിയിലും ഞങ്ങളിന്ന് നിവേദനം കൊടുക്കാൻ പോവുകയാണ്, റെയിൽവേയിൽ നിവേദനം കൊടുക്കാൻ പോവുകയാണ്. TV ന്യൂസ് തിരൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.